ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ സച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നതും അവിടെ ഒരു കോൺസ്റ്റബിൾ ഇരിപ്പുണ്ടായിരുന്നു. ആ കോൺസ്റ്റബിളിനോട് നമ്മുടെ സച്ചി പറഞ്ഞു, അത് പിന്നെ സാറേ എൻ്റെ പേര് സച്ചി എന്ന്. അപ്പം പുള്ളിക്കാരൻ ചോദിച്ചു, അതിനിപ്പോൾ ഞാനെന്ത് വേണം? അത് പിന്നെ ഇവിടെ മുക്കുപണ്ടം പണയം വെച്ചതിന് ഒരാളെ പിടിച്ചോണ്ട് വന്നില്ലേ, സുധി എന്ന് പേരുള്ള, അയാളുടെ അനിയനാന്ന് പറഞ്ഞു. ഓഹോ, നീ ആണോടാ അയാളുടെ അനിയൻ? അവൻ എന്ത് പണിയാ കാണിച്ചത്? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവന്റെ മുട്ടുകാല് രണ്ടും തല്ലി ഓടിച്ച് അവനെ നാളെ സെൻട്രൽ ജയിലിലേക്ക് അയക്കാൻ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്താ സാറേ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് അവനെ ഒന്ന് കാണണം. തന്നെ കാണിക്കാം, ദേ കഥ പറയാനൊന്നും നിന്നേക്കരുത്, പെട്ടെന്ന് പൊക്കോണം കണ്ടിട്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അകത്തേക്ക് കയറി പോയിട്ടോ. സുധിയാണെങ്കിലും ഉറങ്ങുന്നൊന്നുമില്ല, അവിടെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുകയാണേ, വല്ലാത്ത സങ്കടത്തോടു കൂടി. അങ്ങനെ നമ്മുടെ സച്ചി നേരെ ചെന്നതും സച്ചിനെ സുധി കണ്ടു. സുധി പെട്ടെന്ന് എണീറ്റ് നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് നമ്മുടെ സുധി ചോദിച്ചു, അല്ല നീ എന്തിനാ വന്നത്? വരാതിരിക്കാനാവോ? എന്റെ ഏട്ടനായി പോയില്ലേ, വന്നല്ലേ പറ്റത്തുള്ളൂ. എന്തൊരു മണ്ടത്തരവാടാ നീ ഈ കാണിച്ചത്? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അത് പിന്നെ തെറ്റു പറ്റിപ്പോയി സച്ചി, ഒരു തെറ്റു പറ്റിപ്പോയി. എന്ത് ചെയ്യാനാ? അത് മുക്കുപണ്ടമാണെന്ന് അറിയുമായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനത് പണയം വെക്കാൻ പോകത്തില്ലായിരുന്നു. ശ്രുതി ഒരിക്കലും ഈ ഒരു ചതി ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അവളത് സ്വർണമായിരിക്കും കൊടുത്തയച്ചത് എന്നൊക്കെയായിരുന്നു എന്റെ വിചാരം. അവള് എന്തും ചെയ്യും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന മനസ്സിൽ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നീ ശ്രദ്ധിക്കണമായിരുന്നു സുധി, അല്ലാതെ പിന്നെ ആര് ശ്രദ്ധിക്കാനാ? അത് പിന്നെ അമ്മയുടെ മനസ്സ് മാറ്റാനാ അവളത് കൊടുത്തു വിട്ടത്, എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് സ്വർണം തന്നെയാണെന്ന് ഞാൻ വിശ്വസിച്ചു പോയി. ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനത് കൊണ്ടുപോയി വിൽക്കില്ലായിരുന്നു. സച്ചി, അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് പോലീസുകാരോട് ആണയിട്ട് പറഞ്ഞതാ. പക്ഷെ ഞാൻ പറയുന്നൊന്നും ഇവർ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. എനിക്കാണെങ്കിൽ വയ്യ, എനിക്കെതിരെ കേസ് എടുത്തിരിക്കുക. ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എനിക്ക് ജയിലിൽ പോകേണ്ടി വരുമെന്നാ തോന്നുന്നത് സച്ചി. ഞാന് ഞാന് ജയിലിൽ പോവോ സച്ചി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, ഞാനങ്ങനെ നിന്നെ ജയിലിലേക്ക് വിടുവോ? അങ്ങനെ വിടണമായിരുന്നുവെങ്കിൽ. എന്നിട്ട് നമ്മുടെ സച്ചി അതങ്ങ് പകുതി കൊണ്ട് നിർത്തി. എന്നിട്ട് പറഞ്ഞു, ലോകം മുഴുവൻ എതിരായിട്ട് നിന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. ഇത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ ഭയക്കൊന്നും വേണ്ട. അച്ഛനും അമ്മയും വല്ലാത്ത വിഷമത്തിൽ തന്നെ ഉള്ളത്. നിന്നെ കാണാൻ പോകണ്ടെന്നാ അമ്മ പറഞ്ഞത്. അത് പിന്നെ ഞാൻ കാരണം എല്ലാവർക്കും നാണക്കേടാവൂല്ലോ എന്റെ ഈശ്വര. നീ ഇങ്ങനെ ചെയ്തതിലുള്ള വിഷമം കൊണ്ടായിപ്പം അമ്മയും ഇങ്ങനെയൊക്കെ പറയുന്നത്. നീ അത് കാര്യമാക്കണ്ട. നീ ലോക്കപ്പിൽ കിടക്കുമ്പം എനിക്ക് അവിടെ മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ഉറക്കം വന്നില്ല. പിന്നെ ഞാൻ രേവതിയോട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോരുമായിരുന്നു. നമ്മൾ രണ്ടുപേരും അമ്മയുടെ വയറ്റില് ജനിച്ചതല്ലേ. എന്നിട്ടും നമ്മൾ തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലിയൊക്കെയാണ് വളർന്നത്. അതൊക്കെ ശരിയാണ്. പക്ഷെ നീ എന്റെ ഏട്ടനല്ലാതെ ആവത്തില്ലല്ലോ. നീ എന്റെ ഏട്ടനല്ലേ, നമ്മളൊരു ചോരയല്ലേ. ദേ, നീ വീഴാൻ പോകുമ്പോ പലതവണ ഞാൻ പിടിച്ചിട്ടുമുണ്ട്. ഇനിയും അങ്ങോട്ടേക്ക് നിന്നെ വീഴാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും അത് അത് സാരമില്ല. പക്ഷെ ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഇനി അങ്ങനെ തന്നെ ചെയ്യും. ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതല്ലേ നിനക്ക് എന്നെ നന്നായിട്ട് അറിയാവുന്നതല്ലേ. പക്ഷേ നീ ഇടയ്ക്കിടയ്ക്ക് അത് മറന്നു പോകും സുധി. സാരമില്ല, നീ മറന്നാലും പ്രശ്നമില്ല. അത് പിന്നെ സച്ചി, നീ ഇപ്പൊ ഇങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ ഇപ്പോഴല്ലാതെ പിന്നെ എപ്പോഴാ ഇങ്ങനെയൊക്കെ പറയേണ്ടത്? നീ എന്നെ എന്തൊക്കെ ചെയ്താലും ഞാൻ നിന്നെ രക്ഷിക്കും. ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. അച്ഛനും അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. നീ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവർക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ എന്ന് എനിക്കറിയാം. അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അമ്മയുടെ മനസ്സ് നിറയെ വേദനയാ. ഇതൊക്കെ നേരത്തെ അറിയുമായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നു. ഇപ്പം സമയം വൈകി പോയില്ലേ. നീ വീട്ടിലെത്താതിരുന്നപ്പോഴത്തേക്കും ആനന്ദിനെ വിളിച്ചപ്പോഴാണ് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞതും ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയതും. ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാനും പറ്റത്തില്ലായിരുന്നു. അല്ല, നിനക്കൊരു വാക്ക് വിളിച്ചു പറയത്തില്ലായിരുന്നോ? പോലീസുകാരും വിളിച്ചില്ല. എന്താ നീ വിളിക്കാതിരുന്നത്? അത് അത് പിന്നെ ഞാൻ വിളിക്കാതിരുന്നത്, ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയായിരുന്നു അമ്മ എന്നോട് പിണങ്ങുന്ന. അമ്മയോട് കള്ളം പറഞ്ഞിട്ടാ ഞാൻ പണയം വെക്കാൻ പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയായി. അമ്മ ഇത് അറിഞ്ഞു കഴിഞ്ഞ പ്രശ്നമാവില്ലേ. വീട്ടിൽ അറിയിക്കാത്തത് അതുകൊണ്ട് മാത്ര സച്ചി. വീട്ടുകാരല്ലല്ലോ, സോറി, പോലീസുകാർ പറഞ്ഞതാ വീട്ടുകാരെ അറിയിക്കാന്ന്. ഞാനാ പറഞ്ഞത് വേണ്ടാന്ന്. പക്ഷെ ഇപ്പൊ തോന്നുന്നു അത് മണ്ടത്തരമായി പോയിന്ന്. നീ കാണിച്ചു കൂട്ടുന്നതെല്ലാം മണ്ടത്തരമാണല്ലോ സുധി. നീ എന്തെങ്കിലും മണ്ടത്തരമല്ലാത്ത കാര്യങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുണ്ടോ?
ആ, എനിക്കിവിടെ കിടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഇവിടെ കിടന്നേനെ. പക്ഷെ എനിക്കിവിടെ കിടക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പോവാ. ഈ ഒരു രാത്രി നീ ഇവിടെ എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ട്. നാളെ രാവിലെ നമുക്ക് വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ അഡ്വക്കേറ്റ് ഒക്കെ ആയിട്ട് വരാം. എന്നാ പിന്നെ ഞാൻ പോവാ. എന്നോട് ഒത്തിരി നേരം സംസാരിക്കേണ്ട എന്നാണ് പുറത്തു നിന്ന് പോലീസുകാരൻ പറഞ്ഞത്. നീ ധൈര്യമായിട്ട് ഇരിക്കുക, പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും തന്നെ പോലീസുകാരൻ വന്നു. പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു, അതെ, ഇങ്ങനെ പോയ നേരം വെളുത്താലും നിങ്ങളുടെ സംസാരം തീരില്ലല്ലോ. അതെ, സച്ചി പോകാൻ നോക്കാൻ പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ സുതിയോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങാണ്. സച്ചി ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവിടുത്തെ കോൺസ്റ്റബിളിനോട് ചോദിച്ചു, അത് പിന്നെ എസ് ഐ സാറിനെ ഒന്ന് കാണാൻ പറ്റുമോ? ഇന്നിവിടെ ഇല്ല, സാറിനെ കാണണമെങ്കിൽ നാളെ വരേണ്ടി വരും. അത് പിന്നെ സാറേ, അവൻ മനഃപൂർവ്വം ചെയ്തല്ല, അറിയാതെ പറ്റിപ്പോയതാ സാറേ. അവൻ പറഞ്ഞതിൽ ന്യായമുണ്ടെന്ന് എസ് ഐ സാറിന് തോന്നിയിട്ടുണ്ടാകും. നാളെ ജാമ്യം കിട്ടാനും ചാൻസ് ഉണ്ട്, പേടിക്കൊന്നും വേണ്ട. സാറിനോട് നാളെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ശരി സാറേ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി അങ്ങ് പോവുക ചെയ്യുന്നത്. ഈ സമയം വീണ്ടും നമ്മുടെ സുധീനെ കാണിക്കുക. സുധി ജയിലിൽ കിടന്ന് പൊട്ടിക്കരയാണ് കേട്ടോ. ജയിലിൽ ഇങ്ങനെ തൂങ്ങി പിടിച്ച് കിടന്ന് കരയാണ്. എന്തൊക്കെയോ കുറ്റബോധമോ നഷ്ടബോധമോ ഒക്കെയോ തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു. ആർക്കറിയാം, ചന്ദ്രയുടെ പൊന്നാര മോനല്ലേ, അതുകൊണ്ട് ചിലപ്പോ എപ്പോഴാ ഇനി സ്വഭാവം മാറുന്നതെന്ന് പറയാനും പറ്റത്തില്ല. ചിലപ്പോ ഇതൊക്കെ ഈ ഒരു സമയത്തുള്ള ഒരു കുറ്റബോധവും നഷ്ടബോധവും ഒക്കെ ആയിരിക്കും. ഈ സമയത്ത് പിന്നെയും കാണിക്കുന്ന ചന്ദ്രനെയാണ് കേട്ടോ. ചന്ദ്രയാണെങ്കിൽ വല്ലാത്തൊരു ലെവലിലും വല്ലാത്തൊരു അവസ്ഥയിലുമാണ്. രവീന്ദ്രനും ഉണ്ട്. രവീന്ദ്രനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം. ചന്ദ്രയ്ക്കാണെങ്കിൽ സുധി നുണ പറഞ്ഞത് ഓർത്തിട്ട് പെരുത്ത് കീറാണ്. അവനങ്ങനെ എന്നോട് ചെയ്യുമായിരുന്നോ? അവൻ ആരാ മോന്? അവന് കാശിന് ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് പറയത്തില്ലായിരുന്നോ? ഞാൻ ആരോടെങ്കിലും മേടിച്ച് കൊടുക്കുമായിരുന്നല്ലോ. അവൻ എന്തിനവൻ ഇങ്ങനെ ചെയ്തത്? മനുഷ്യന് നാണക്കേട് ഉണ്ടാക്കാന്. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, കള്ളത്തരം കാണിക്കുന്ന അവന്റെ ശീലമായി പോയില്ലേ. എല്ലാത്തിനും കൂട്ടു നിൽക്കുന്ന നിന്നെ പോലും അവൻ പറഞ്ഞു പറ്റിച്ചില്ലേടി. ഇപ്പം ലോക്കപ്പിൽ കിടക്കുക. മനുഷ്യരുടെ മുമ്പിൽ ഇനി എങ്ങനെയാ തല ഉയർത്തിപ്പിടിച്ച് നടക്കുക? നാട്ടുകാരുടെ മുമ്പിൽ എങ്ങനെ നോക്കും? 6-7 ഡിഗ്രി ഉണ്ടെന്നാ പറയുന്നത്. കയ്യിലുള്ളത് സ്വർണ്ണമാണോ വ്യാജമാണോ എന്ന് തിരിച്ചറിയാതെ പണയം വെക്കാൻ കൊണ്ടുപോയി. ഇത്ര ബുദ്ധി ഇല്ലാതായി പോയല്ലോടി നിന്റെ മോൻ. എന്ത് ബുദ്ധി അവനുള്ളത്? നാണം കെട്ടവൻ. അറിഞ്ഞോണ്ടല്ലെങ്കിലും അവൻ ചെയ്തുകൊണ്ടല്ലോ വലിയ തെറ്റ് തന്നെ, ക്രിമിനൽ കേസാ. പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടപ്പം മുതൽ മനുഷ്യനൊരു സമാധാനമില്ല, വിഷമം തോന്നുക. എന്തൊക്കെയാണെങ്കിലും ഞാൻ അവന്റെ അച്ഛനായി പോയില്ലേ, നീ അവന്റെ അമ്മയായി പോയില്ലേ, നീ ആ വാശിയൊക്കെ അങ്ങ് മാറ്റി വെക്ക്. നമുക്ക് അവനെ ഒന്ന് പോയി കാണണം. കാണണമെന്നോ? എന്തിന്? എന്നെ പറഞ്ഞു പറ്റിച്ചതിന്റെ ശിക്ഷ അവൻ അനുഭവിക്കട്ടെ. എന്ന് വെച്ചാൽ നീ ജയിലിൽ പൊക്കോട്ടെന്നാണോ ഈ പറയുന്നത്? അതൊന്നും ശരിയാവില്ല ചന്ദ്രൻ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാനൊന്ന് പോയി അവനോട് സംസാരിക്കട്ടെ. അവനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം. വേണ്ട രവിയേട്ടാ, മിണ്ടാതിരിക്കും അവിടെ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി വന്നു. രേവതി വന്ന ഉടനെ തന്നെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അത് പിന്നെ സച്ചി ഉറങ്ങിയിട്ടുണ്ടോ? അവനൊന്ന് വിളിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ അച്ഛാ, സച്ചേട്ടൻ. അപ്പോഴത്തേക്ക് സച്ചിയുടെ വണ്ടി പുറത്തുനിന്ന് ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പൊ സച്ചി അവിടെ പോയി എന്ന് മനസ്സിലായി രവീന്ദ്രന്. അപ്പൊ സച്ചി അകത്തേക്ക് കയറി വരുന്നു. അകത്തേക്ക് കയറി വന്നത് നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, അല്ല, നീ ഈ പാതിരാത്രി എവിടെ പോയതാ മോനെ? നീ എവിടെ പോയതായിരുന്നു? അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഒന്നും മിണ്ടുന്നില്ല. സച്ചി മിണ്ടാതെ തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, അത് പിന്നെ സച്ചേട്ടൻ പോലീസ് സ്റ്റേഷൻ വരെ പോയതാ. അപ്പൊ ചന്ദ്ര വന്നിട്ട്, പോലീസ് സ്റ്റേഷനിലോ? എടാ, നീ എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ പോയത്? നിന്നോട് ഞാൻ പോകരുതെന്ന് പറഞ്ഞാലേ. അവനൊരു പാഠം പഠിക്കണം. അത് പിന്നെ അമ്മേ, അവൻ അവിടെ ലോക്കപ്പിൽ കിടക്കുമ്പം മനസ്സമാധാനായിട്ട് എനിക്കിവിടെ ഇരിക്കാൻ പറ്റുമോ? അത് പിന്നെ മോനെ, അവൻ എന്താ പറഞ്ഞത് എന്ന് രവീന്ദ്രൻ ചോദിച്ചു. അപ്പോഴത്തേക്കും സച്ചു പറഞ്ഞു, അത് പിന്നെ അവൻ പറ്റിപ്പോയി എന്ന് പറഞ്ഞ് കുറെ കരഞ്ഞു. അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലോ, വേറെ എന്ത് പറയാനാ? അവൻ മണ്ടത്തരം അല്ലേ കാണിച്ചത്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, സച്ചേട്ടൻ പോലീസുകാരുമായിട്ടൊന്നും സംസാരിച്ചില്ല സച്ചേട്ടാന്ന് രേവതി ചോദിച്ചപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, സംസാരിച്ചു. പക്ഷെ അവിടെ എസ് ഐ സാർ ഉണ്ടായിരുന്നില്ല. ഒരു കോൺസ്റ്റബിളിനോട് സംസാരിച്ചു. കോൺസ്റ്റബിൾ പറഞ്ഞത് നാളെ ജാമ്യം കിട്ടിയേക്കുന്ന. പിന്നെ ബാങ്കുകാർ പറഞ്ഞൊരു കേസ് എടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അവന് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അബദ്ധം പറ്റിയതാണെന്ന് അവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കാം നാളെ ജാമ്യം കിട്ടും, വക്കീലിനായിട്ട് ചെന്നാൽ മതി എന്നാ പറഞ്ഞത്. അല്ല, ജാമ്യത്തില് ഇറക്കാൻ പറ്റില്ലായിരുന്നു ഇന്ന് തന്നെ? നിനക്ക് അവനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരത്തില്ലായിരുന്നോ? അത് പിന്നെ ജാമ്യത്തിന്റെ കാര്യം ഞാൻ സംസാരിച്ചപ്പോ നാളെ രാവിലെ പറ്റത്തുള്ളെന്നാ പറഞ്ഞത്. ഇന്ന് ഏതായാലും പറ്റത്തില്ല, നാളെ ചെല്ലാനാ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പൊ ചന്ദ്ര പറഞ്ഞു, പോകണ്ട, ആരും പോകണ്ട. അവനെ തൽക്കാലം പുറത്തിറക്കണ്ട. അവൻ തൽക്കാലം ജയിലിൽ കിടക്കട്ടെ. അപ്പോഴേ അവൻ പഠിക്കത്തുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അവൻ കള്ളത്തരം കാണിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചു, അവന്റെ അമ്മ ചന്ദ്രമതിയാണോ ഓടി? നീ അവന്റെ ചന്ദ്രമതി അല്ല, നീ അവന്റെ അമ്മയാണോ ഈ പറയുന്നത്? അതെ, ഇത് അവന്റെ അമ്മ തന്നെയാ. സച്ചി, ദേ, ഇന്ന് എന്റെ വാക്ക് കേൾക്കാതെ നീ പോയി. നാളെ അഡ്വക്കറ്റിനെയും കൂട്ടി പോകരുത്. ദേ, എന്റെ വാക്ക് കേൾക്കാതിരുന്നാലേ ഞാൻ പറഞ്ഞേക്കാം, അവന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നിങ്ങൾ ആരും ഇതിൽ ഇടപെടേണ്ട ഓരോ ആവശ്യമില്ല. അഡ്വക്കറ്റിനെ അങ്ങാണ് ഇവിടെ നിന്ന് കൂട്ടി പോയിന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ ഈ ചന്ദ്ര ഇവിടെ കാണത്തില്ലെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര നേരെ സ്റ്റെയർ കയറി മേളിലേക്ക് പോയി കേട്ടോ. ചന്ദ്രയ്ക്ക് അത്രയ്ക്ക് വാശി.
അപ്പൊ രവീന്ദ്രൻ സച്ചിയോട് പറഞ്ഞു, അവക്ക് ഭയങ്കര വാശി, വേറെ ഒന്നുമല്ല, അവളെ കള്ളം പറഞ്ഞ് പറ്റിച്ചതല്ലേ, അതുകൊണ്ടാണ്. നീ അതൊന്നും കാര്യമാക്കണ്ട, ഏതായാലും നാളെ ഒന്ന് പോകാൻ നമുക്കെന്ന് പറയുമ്പോ, വേണ്ട അച്ഛൻ, ഞാൻ തന്നെ പൊക്കോളാം, അച്ഛൻ വരണ്ടാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ഉറക്കം ഉളയ്ക്കാതെ ചെന്ന് കിടക്ക്, മരുന്നൊക്കെ മെഡിസിനൊക്കെ എടുക്കുന്നതല്ലേന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാ മോളെ, സത്യം പറഞ്ഞാൽ കിടന്നാലേ ഉറക്കം വരണ്ടേ, ഉറക്കം വരത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ മേളിലേക്ക് കയറി പോയപ്പോഴത്തേക്ക് സച്ചി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. സച്ചിക്കും വല്ലാത്ത വിഷമം. അപ്പൊ നമ്മുടെ രേവതി ചോദിച്ചു, അല്ല സച്ചേട്ടൻ കിടക്കുന്നില്ലേ? അത് പിന്നെ എനിക്ക് ഉറങ്ങാൻ കഴിയത്തില്ല രേവതി, നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, എനിക്കൊന്നും ഉറക്കമില്ല. അവനവിടെ വല്ലാത്തൊരവസ്ഥയില. കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി, നെഞ്ചു പൊട്ടുന്ന പോലെ ഒരു തോന്നല്. എന്താണെങ്കിലും കൂടപ്പിറപ്പല്ലേ, ഒറ്റയ്ക്ക് അവിടെ ആക്കിയിട്ട് പോന്നപ്പോഴേ വല്ലാത്തൊരു വിഷമം തോന്നുക രേവതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, അറിയാൻ സച്ചേട്ടാ, എനിക്ക് സച്ചേട്ടനെ മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണെ. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ദേവുവിനെ ലക്ഷ്മിനെയാണ്. അങ്ങനെ ലക്ഷ്മി അറിഞ്ഞു ദേവു അരുണിന്റെ വീട്ടിൽ പോയ കാര്യം. അപ്പൊ ഇത് കേട്ടതും ഇതറിഞ്ഞതും നമ്മുടെ ലക്ഷ്മി ചോദിച്ചു, നീ എന്തിനാ അവന്റെ വീട്ടിൽ പോയത്? അതിന്റെ ആവശ്യം എന്തായിരുന്നു? നിന്നോട് കാണരുത് മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞതല്ലേ. അത് പിന്നെ അമ്മ വഴക്ക് പറയല്ലേ, അമ്മ പേടിക്കല്ലേ, ഇനി ഞങ്ങൾ തമ്മിൽ കാണില്ല, സംസാരിക്കില്ല, എന്നെ മറക്കണം എന്ന് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അല്ല, എന്താ ചേച്ചി ഇത്? ചേച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അത് പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു ശരത്തെ, നമ്മുടെ കല്യാണത്തെ കുറിച്ച് ഇനി ചിന്തിക്കണ്ട, അത് നടക്കില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇനി ഇനി ഞാൻ തീരുമാനിച്ചത് തന്നെയാ, ഞാൻ ഉറപ്പിച്ചതാ. ഞാൻ കാരണം മറ്റുള്ളവരുടെ ജീവിതം ഇല്ലാതാകേണ്ട ആവശ്യമില്ല. ഞാൻ കാരണം ഒരിക്കലും എന്റെ ചേച്ചി കരയല്ല, എന്റെ ചേച്ചിയുടെ സന്തോഷം നഷ്ടപ്പെടരുത്, അതുപോലെ നിങ്ങളുടെ ആരുടെ സന്തോഷം നഷ്ടപ്പെടരുത്. ഞാൻ കാരണം ഒരിക്കലും ആർക്കും കണ്ണീര് കുടിക്കേണ്ടി വരില്ല ഇനി. അത് അത് ഉറപ്പിച്ചിട്ട് തന്നെ ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ചേച്ചിയുടെ ജീവിതം തകരുമെന്നുള്ളൊരു പേടിയുണ്ടല്ലോ അമ്മയ്ക്ക്, അതിനി വേണ്ടാട്ടോ, അമ്മ ധൈര്യമായിട്ടിരുന്നോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദൈവം അകത്ത് കയറിപ്പോയിട്ട്. അപ്പൊ നമ്മുടെ ശരത്ത് ലക്ഷ്മിയോട് പറഞ്ഞു, അല്ല എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? അവളായിട്ടൊരു തീരുമാനം എടുത്തതല്ലേ, അത് നല്ലതാണെന്ന് കരുതിയാൽ മതി. ഈ ശരത്തെ, വിവാഹം എല്ലാവരുടെയും സമ്മതത്തോടു കൂടി തന്നെ നടക്കണം, അതങ്ങനെ നടത്തേണ്ട അത് ആണ്. സച്ചിയുടെ സമ്മതമില്ലാതെ കല്യാണം നടത്തേണ്ടി വന്നാൽ അത് രേവതിയുടെ ഭാവിനെ ബാധിക്കുന്ന നിനക്കറിയില്ല ശരത്തെ. ആ വിഷയം അങ്ങനെ അങ്ങ് അവസാനിച്ചത് നന്നായി, സമാധാനമായി, അത്ര തന്നെ. അല്ല ചേച്ചി അങ്ങനെ പറഞ്ഞെന്നല്ലേ ഉള്ളൂ, ചേച്ചിയുടെ മനസ്സിൽ നല്ല വിഷമമുണ്ടെന്നാ തോന്നുന്നു അമ്മേ. ചേച്ചിക്ക് അയാളെ പിരിയാനൊന്നും പറ്റത്തില്ല. ചേച്ചിക്കും ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കാൻ ആഗ്രഹം കാണില്ലേ? ആദ്യം ഞാനും എതിർത്തതൊക്കെ തന്നെയാ, പക്ഷേ എന്തോ പിന്നീട് അത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. ചേച്ചിക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അത് നടത്തി കൊടുക്കുന്നതല്ലേ നല്ലത്. പരസ്പരം ഇഷ്ടപ്പെടുന്നവരെ എന്തിനാ നമ്മൾ പിരിക്കുന്നത്? ഈ ലോകത്ത് എല്ലാവരും പരസ്പരം ആഴത്തിൽ മനസ്സിലാക്കുകയും ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ല മോനെ കല്യാണം കഴിക്കുന്നത്. നിന്റെ രേവതി ചേച്ചി അവന് അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ആളെയാണോ കല്യാണം കഴിച്ചത്? എങ്കിലും അവളിപ്പോ സന്തോഷത്തോടു കൂടി അവളുടെ ഭർത്താവിനോടൊപ്പം ജീവിക്കുന്നില്ലേ? എന്താ, എന്തെങ്കിലും കുറവുണ്ടോ? നല്ലൊരു ചെറുക്കനെ അവക്ക് വേണ്ടി സച്ചി കണ്ടെത്തുന്നല്ലേ പറഞ്ഞത്? അവൻ കണ്ടെത്തട്ടെ, അവൻ നല്ലവനാ. അവൾക്ക് ചേരുന്ന ബന്ധാണെങ്കിൽ നമുക്ക് അവളെ കെട്ടിച്ചു കൊടുക്കാം. അത് പിന്നെ അമ്മേ, രേവതി ചേച്ചി പാവ, വെറും പഞ്ചപാവ. ചെറിയ പ്രായം മുതലേ പൂ വിൽക്കാൻ അമ്മേനെ സഹായിച്ച്, അതുപോലെ തന്നെ ഈ എല്ലാ കാര്യങ്ങളും രേവതി ചേച്ചി നോക്കിയത് കൊണ്ടാണ് ഞങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചത്. പിന്നെ ചേച്ചിക്ക് നല്ല ഡ്രസ്സ് വേണമെന്നോ നല്ല ഭക്ഷണം വേണമെന്നോ ഒന്നും പറയുന്നത് ഇതുവരെ ഞാനും കേട്ടിട്ടില്ല. ആരോടും ഒന്നും ചേച്ചി ആവശ്യപ്പെട്ടിട്ടുമില്ല, ഒരാഗ്രഹവും ഇതുവരെ പറഞ്ഞിട്ടുമില്ല. എന്നാലും എന്നാലും ഇപ്പം നമ്മുടെ ദേവു ഇങ്ങനെ ഇങ്ങനെ കരയുന്നത് കാണുമ്പം പിന്നെ ചേച്ചി ഇപ്പൊ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നില്ലേ? വേറൊന്നുമല്ല പറയുന്നത്, ചേച്ചി ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കണമെന്നൊക്കെ. എന്നാ പിന്നെ നമുക്കും ആ കല്യാണത്തിന് സമ്മതിക്കത്തില്ലേ? ആ കല്യാണം നടക്കുന്നതല്ലായിരിക്കോ നല്ലത്? വെറുതെ നമ്മൾ എന്തിനാ തടസ്സപ്പെടുത്തുന്നത്? രേവതി ചേച്ചിക്ക് ഈ കല്യാണം ഇഷ്ടമാണല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? വേണ്ട, വേണ്ടാന്ന് വെച്ചത് വേണ്ട, അവള് വേണ്ടാന്ന് വെച്ചല്ലോ, പിന്നെ എന്താ നിനക്ക് പ്രശ്നം ഇരിക്കുന്നത്? പിന്നെ നമ്മൾ ആരും ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല, ദൈവം എന്താണോ വിചാരിക്കുന്നത് അതുപോലെ നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ കേസും പറഞ്ഞ് ഇനി ഇവിടെ വേറൊരു ഇത് വേണ്ട, ചുമ്മാ എന്തിനാ മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട്. അവള് ശരിയാണ്, അവൾ എന്റെ കൂടെ സഹായിച്ചിട്ടുണ്ട്, അവള് തന്നെ ജോലി എടുത്ത് പഠിച്ചിട്ടുണ്ട്, അവളൊരു ആഗ്രഹം പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഈ ആഗ്രഹം അത് ചിലപ്പം നടക്കാൻ ചാൻസ് ഇല്ല മോനെ. അതുകൊണ്ടാ പറഞ്ഞത് നീ ഈ കേസ് വിട്ടേരേന്ന്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ദേവു അല്ല ലക്ഷ്മി അങ്ങ് പോയി കേട്ടോ. അപ്പൊ ശരത്തിന്റെ മനസ്സിൽ വല്ലാത്ത വിഷമം. ശരത്ത് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, സച്ചേട്ടനെ ഒന്ന് പോയി കണ്ട് സംസാരിച്ചാലും ഈ കല്യാണം നടക്കണം, ഈ കല്യാണം നടത്തുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെയല്ലേ ചേച്ചി ജീവിക്കേണ്ടതെന്നൊക്കെ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ സുധിയാണെ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ വക്കീലുമായിട്ട് നമ്മുടെ സച്ചി എത്തി. അങ്ങനെ കോൺസ്റ്റബിളിനോട് ചോദിച്ചു, അത് പിന്നെ SI സാർ അകത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ ഉണ്ട് കയറി കണ്ടോളാൻ പറഞ്ഞു.
അങ്ങനെ നമ്മുടെ സുധിയായിട്ട് നേരെ എസ് ഐനെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറുക. അങ്ങനെ എസ് ഐനെ കാണാൻ കയറിയപ്പം SI പറഞ്ഞു, ബാങ്ക് നൽകിയ അടിസ്ഥാനത്തിലാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഒരു കേസ് എടുത്തത്. അന്ന് വെച്ച് അയാൾ കുറ്റം ചെയ്തു എന്ന് ഞങ്ങൾ സ്ഥിരീകരിച്ചിട്ടുമില്ല. പിന്നെ കൂടുതൽ ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുകയും ചെയ്തു. ഇപ്പം ലഭ്യമായ വിവരം അനുസരിച്ച് അദ്ദേഹം മനഃപൂർവ്വം ചെയ്താണെന്ന് പറയാനും പറ്റത്തില്ല. അതുകൊണ്ട് നിയമ നടപടികൾ പാലിച്ച് അദ്ദേഹത്തെ ജാമ്യത്തിൽ ഇറക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഇപ്പം അദ്ദേഹത്തെ വിടാമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, ഓക്കെ സാറ്, താങ്ക് യു സാറേ എന്ന് പറഞ്ഞു. അങ്ങനെ എന്തോ പേപ്പറിൽ ഒപ്പിടുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ആ പോലീസുകാരൻ നമ്മുടെ സുധീനെ 2 വഴക്കൊക്കെ പറഞ്ഞു. മാത്രമല്ല സച്ചിയോട് പറയുകയും ചെയ്തു, അദ്ദേഹത്തിന് 7 ഡിഗ്രി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സ്വർണവും മുക്കുകൊണ്ടവും തിരിച്ചറിയാത്ത അവനെയൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? 7 ഡിഗ്രി എടുത്തുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? വെറും മന്ദബുദ്ധി എന്നല്ലാതെ പിന്നെ എന്താ പറയാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചിയോടും പറഞ്ഞു. അതുപോലെ തന്നെ ഇനി മേലാല് ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ ചെയ്തേക്കല്ലേ, ഇത് ആവർത്തിച്ചേക്കരുത് എന്ന് പറയുകയും അങ്ങനെ പോലീസ് വിട്ടയക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ സുധീനെ. ഏതായാലും സുധീനെ ഇറക്കുന്നതിന്റെ പുറകെ നമ്മുടെ ചന്ദ്ര വരികയാണ്. അപ്പൊ ചന്ദ്രനെ കണ്ടത് സച്ചി, ഇതെന്ത് പറ്റി ഇപ്പൊ അമ്മ ഇങ്ങോട്ടേക്ക് വരുന്നത്? എന്തേ, ഒരു കാര്യമുണ്ടടാ, വേറൊന്നുമല്ല, ഇന്നലെ മിക്കവാറും രാത്രി ഉറങ്ങി കാണത്തില്ല. നിന്നിവിടെ ഇറക്കണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും അമ്മയുടെ മനസ്സ് നിറയെ നീ ആയിരിക്കും എന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര വന്നിട്ട്, നീ എന്തു പരിപാടിയാടാ കാണിച്ചത്? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ എന്റെ വീട്ടിൽ കയറി പോകരുത്. ഞാൻ എന്തൊക്കെയാടാ നിനക്ക് വേണ്ടി ചെയ്തത്, ഞാൻ എന്തോരം അനുഭവിച്ചടാ നിനക്ക് വേണ്ടി. എന്നിട്ട് നീ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചു പറഞ്ഞു, ഇപ്പം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എല്ലാത്തിനും ഞാൻ വെച്ച് കൊടുത്തത് ആരാ? അത് അമ്മ തന്നെയല്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കണ്ട, നമുക്ക് വീട്ടിലേക്ക് പോകാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, വേണ്ട വേണ്ട, വീട്ടിലേക്ക് പോകുക വേണ്ട, എനിക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട്. ദേ, ഇവന് ജയിലിൽ കിടക്കാൻ കാരണക്കാരിയായ അവളുണ്ടല്ലോ, ആ മുക്കുവണ്ടം തന്ന അവളുടെ അടുത്തേക്ക് പോകണം. എനിക്ക് അവളെ ഒന്ന് കാണണം, അവളോട് രണ്ടല്ല 4 വർത്താനവും പറയണമെന്ന് ഇങ്ങനെ പറയാം. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്കും ഇച്ചിരി ഉശിരു വന്നു കേട്ടോ. എന്നാ പിന്നെ ശ്രുതിനെ 2 പറയണമല്ലോ. അപ്പൊ ഏകദേശം ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.